രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഇരയായ പെൺകുട്ടി. മുഖ്യമന്ത്രിയെ ഓഫീസിലെത്തി നേരിൽ കണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ആതിരയുണ്ട് വിവരങ്ങളുമായി. ആതിര, നിയമപരമായി മുന്നോട്ടില്ല എന്ന് പറഞ്ഞ യുവതി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ. മായ, രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്നു എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്ക് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും അതുപോലെ തന്നെ കോൾ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെ പുറത്തു വന്നത്. ഇതിൽ കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു തെളിവാണ് മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ തന്നെ പുറത്തുവിട്ടത്. ഇതിൽ ഇരയായ പെൺകുട്ടി കൃത്യമായ രീതിയിൽ ഇരയായ പെൺകുട്ടിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഗർഭം ധരിക്കാൻ നിർബന്ധിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള കോൾ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെയാണ് പുറത്തു വന്നത്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്പസമയം മുൻപാണ് രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ഇരയായ യുവതി പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി കണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി വിശദമായ രീതിയിൽ സംസാരിച്ചുവെന്നും കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകണമെന്നും യുവതി ആവശ്യപ്പെട്ടതായാണ് നിലവിൽ ഏതായാലും പുറത്തുവരുന്ന വിവരം. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുന്നു എന്ന് വേണം പറയാൻ. കാരണം നേരത്തെയൊക്കെ തന്നെ VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകട്ടെ, അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിൽ ഇതിൽ പരാതിയിൽ കേസെടുക്കട്ടെ എന്ന രീതിയിൽ സർക്കാർ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിലൊക്കെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു വിശദീകരണം ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ നിയമപരമായി നേരത്തെ മുന്നോട്ടില്ല എന്ന് യുവതി തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പെട്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള ഈ കോൾ റെക്കോർഡിംഗ്സും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിലാണ് യുവതി ഇപ്പോൾ പരാതിയുമായി ഏതായാലും രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ കൂടുതൽ നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതിൽ എന്താണ് നടപടിക്രമങ്ങൾ ഉണ്ടാകുക എന്നുള്ളതൊക്കെ തന്നെ നിർണായകമാണ്. അടുത്ത നടപടിക്രമം എങ്ങനെയാണ്, രാഹുലിനെതിരെ പരാതി പോലീസിന് ഏതായാലും കേസെടുക്കുമോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി മണിക്കൂർ. തീർച്ചയായും ആതിര, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ യുവതി നിയമപരമായി ഒരു പരാതിയൊന്നും നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിരിക്കുന്നു. ഇത് തീർച്ചയായും ക്രൈംബ്രാഞ്ചിന് ഉൾപ്പെടെ ഇത് കൈമാറാൻ തന്നെയല്ലേ സാധ്യത? അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? മായ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനെ വലിയ രീതിയിൽ പ്രതിരോധിച്ചിരുന്നത് ആർക്കും പരാതിയില്ല എന്ന തരത്തിലായിരുന്നു. ഇതിനെ കോൺഗ്രസും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇതിനെ പ്രതിരോധിച്ചിരുന്നത്. ഇതിൽ ഇത്തരത്തിലൊരു പരാതി ആർക്കുമില്ല, നിയമപരമായി മുന്നോട്ട് പോകാൻ യുവതി ഉൾപ്പെടെ തയ്യാറല്ല എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലായിരുന്നു ഇതിനെ പ്രതിരോധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും യുവതി പരാതിയുമായി, അതും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും ഗൗരവത്തോടു കൂടി തന്നെ ആയിരിക്കും ഈ വിഷയത്തെ സർക്കാരായാലും ആഭ്യന്തര വകുപ്പായാലും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് നടപടിക്രമങ്ങളിലേക്കായിരിക്കും കടക്കുക, അതുപോലെ തന്നെ അതിജീവിത എന്ത് തരത്തിലുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക എന്നത് സംബന്ധിച്ച് ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം നിർണായകമാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവൊക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ യുവതി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇപ്പോൾ യുവതി നേരിട്ട് രംഗത്തെത്തി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിലിനി എന്തായിരിക്കും, കോൺഗ്രസ് നേതൃത്വത്തിന്റെ നടപടി എന്തായിരിക്കും, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം എന്തായിരിക്കും എന്ന കാര്യമൊക്കെ തന്നെ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു സ്ഥിതിയാണ്. കാരണം ഇത്രയും നാള് പ്രതിരോധിച്ചിരുന്ന പോലെയല്ല. കാരണം യുവതി ഇപ്പോൾ നേരിട്ടെത്തി ഒരു പരാതി നൽകിയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നു എന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും, പാർട്ടിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും, രാഹുലിനെ മാറ്റി നിർത്തുമോ, പൊതുപരിപാടികളിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഇത്തരത്തിൽ ഈ മെസ്സേജുകൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും രാഹുൽ പങ്കെടുക്കുമ്പോൾ പാർട്ടി ഉൾപ്പെടെ പ്രതിരോധിച്ചിരുന്നത് യുവതിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പരാതിയുമായി രംഗത്തെത്തിയിരുന്നില്ല എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ യുവതി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലായിരിക്കും നേരിടുക, ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് ഏറെ നിർണായകമായിരിക്കും. തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമപരമായി രാഹുലിന് കുരുക്ക് മുറുകുകയാണ്. നേരത്തെ തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളും മറ്റും ശബ്ദരേഖകളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതൊന്നും മാങ്കൂട്ടത്തിൽ ഇതുവരെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു സാഹചര്യത്തിൽ ഇത് പാർട്ടിയെ കൂടി കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ലേ?
തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് അധിക ദിവസങ്ങളില്ല. ഇപ്പോൾ പ്രചരണമൊക്കെ തന്നെ കടുത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ യുവതി ഇപ്പോൾ ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിവ് പോലെ തന്നെ ഇതിനെ ഒരു പ്രതിരോധിച്ചിരുന്നത് ഉരുണ്ടു കളിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ആ സന്ദേശങ്ങളെ താൻ അയച്ചതല്ല എന്ന് പറയാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങളെയും കോൾ റെക്കോർഡിങ്ങും ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിരുന്നില്ല. പകരം ഇത് ആവശ്യമായ സമയങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ തനിക്ക് തോന്നുന്ന സമയത്ത് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായൊരു മറുപടി നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. തനിക്ക് എപ്പോൾ തോന്നുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ തനിക്ക് ഇതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല, താൻ എപ്പോൾ മറുപടി പറയണമെന്നുള്ളത് താൻ തീരുമാനിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ഇപ്പോൾ യുവതി ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി ഉൾപ്പെടെ ഒരുപക്ഷെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ വിജയപ്രതീക്ഷയോടുകൂടി തലസ്ഥാനത്ത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിൽ സ്ഥാനാർത്ഥികളെ വിന്യസിച്ചുകൊണ്ട് ശക്തമായൊരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന കോൺഗ്രസിന് ഒരുപക്ഷെ ഇത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാവാനുള്ള സാധ്യതയാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഏതായാലും ഇനിയുള്ള തുടർ നടപടിക്രമങ്ങൾ എന്തായിരിക്കും, പാർട്ടി ഇതിനെ ഏത് രീതിയിൽ നേരിടും, രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി തള്ളുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് ഇപ്പോൾ ഏതായാലും കരുതുന്നത്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ പാർട്ടി നേതൃത്വം ഇതിനുള്ള ഒരു മറുപടി നൽകും അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണമായി രംഗത്തെത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് കൂടി ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. ആതിര, ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ യുവതി കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ ഡിജിറ്റൽ തെളിവുകളായിരുന്നു ഇതിനെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ പുറത്തു വന്നിരുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഈ ഡിജിറ്റൽ തെളിവുകളിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ പല കാര്യങ്ങൾക്കും നിർബന്ധിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ യുവതിയെ തീർച്ചയായും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മെസ്സേജുകൾ അയച്ച് യുവതിയെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു ഈ മെസ്സേജുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് അത് വലിയ തിരിച്ചടിയാകും. ഈ ഡിജിറ്റൽ തെളിവുകൾ തന്നെ ഈ കേസിന് വലിയ രീതിയിൽ ഗുണകരമാകും എന്നുള്ളതാണ്. കേസിനെ ശക്തിപ്പെടുത്താൻ ഈ ഡിജിറ്റൽ തെളിവുകൾ മാത്രം മതി എന്നതാണ് നിലവിലെ വിലയിരുത്തൽ. ഏതായാലും നിലവിൽ ഇത് ശക്തമായ രീതിയിൽ ക്രൈംബ്രാഞ്ചിന് ഉൾപ്പെടെ കൈമാറിക്കൊണ്ട് കേസിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് ഏതായാലും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിജീവിതയ്ക്കൊപ്പം സർക്കാർ ഉണ്ടാകും എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് നിലവിൽ ഏതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും കേസിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൈമാറിക്കൊണ്ട് ശക്തമായ രീതിയിൽ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആതിര, അതുപോലെ രാഹുലിനെ പാർട്ടി അകറ്റി നിർത്തുമ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കെ സുധാകരൻ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. പക്ഷേ കെ മുരളീധരനും വി ഡി സതീശനെയും ഒക്കെ പോലെയുള്ളവർ രാഹുലിന് എതിരായാണ് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അതേസമയം തന്നെ രാഹുലിന് വലിയ രീതിയിലുള്ള പിന്തുണ പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ളൊരു പോക്ക്? തീർച്ചയായും ഇത്രയും നാൾ പാർട്ടിക്ക് അകത്തും പുറത്തും രാഹുലിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലപരമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞുകൊണ്ട് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലടക്കം ഈ അതിജീവിതയെ വലിയ രീതിയിൽ കരിവാരി തേക്കുന്ന തരത്തിലുള്ള കമന്റുകളുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബുള്ളിങ് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവതിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ താൻ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് യുവതി പരാതിയുമായി രംഗത്തെത്തിയില്ല എന്നായിരുന്നു പലയിടത്തു നിന്നും ഉയർന്നിരുന്നൊരു ചോദ്യം. അതിനെ വെച്ചുകൊണ്ടായിരുന്നു പല രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നവരുൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ ഒരു പരാതിയെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങളെ ഉൾപ്പെടെ അത്തരത്തിലൊരു രീതിയിലായിരുന്നു പ്രതിരോധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഈ അനുകൂലിക്കുന്നവരുടെ അതിനൊരു തിരിച്ചടി ആയിക്കൊണ്ടാണ് ഇപ്പോൾ യുവതി തന്നെ നേരിട്ട് എത്തി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി നൽകിയതോടുകൂടി ഇനി ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യമാണ് നിലവിൽ ഏതായാലും അറിയാനുള്ളത്. ഏതായാലും വി ഡി സതീശൻ ഉൾപ്പെടെ ഇനിയുള്ള വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഏതായാലും യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ് എന്നുള്ളതാണ്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ രംഗത്തെത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് യുവതി. ഏതായാലും പൂർണ്ണമായ തരത്തിലുള്ള എല്ലാ തെളിവുകളും തന്നെ കൈമാറിയിട്ടുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും കേസ് ഉൾപ്പെടെ രജിസ്റ്റർ
ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിക്കുക. നിലവിൽ ഏതായാലും യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുകുകയാണ്. നിയമപരമായി നേരിടാൻ യുവതി തയ്യാറായിരിക്കുന്നതോടെ ഈ സാഹചര്യത്തിൽ പാർട്ടിക്കും രാഹുലിനും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഏതായാലും ഈ പരാതി നൽകിയതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ആതിര, ഒരു അറസ്റ്റിലേക്കടക്കം നീങ്ങുന്ന ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ നിലവിലുള്ളത്? മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകുന്നു, മുഖ്യമന്ത്രി അത് തീർച്ചയായും അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു അറസ്റ്റിനൊക്കെയുള്ള സാധ്യതയല്ലേ ഇനിയിപ്പോൾ മുന്നോട്ട് കാണുന്നത്? തീർച്ചയായിട്ടും. കാരണം ഒരു MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് അകത്ത് നിന്ന് ഒരുപക്ഷെ രാഹുലിനെ എതിർക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ആരോപണങ്ങൾ തുടങ്ങുന്ന ഘട്ടം മുതൽ പാർട്ടിക്ക് അകത്ത് നിന്ന് പാർട്ടി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ കടക്കുന്നതായി. നിലവിൽ ഏതായാലും ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. കാരണം അത്രയും കൃത്യമായ രീതിയിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഈ അന്വേഷണ സംഘം നിലവിൽ ഏതായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അന്വേഷണ സംഘം ഏതായാലും കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കും. ഈ തെളിവുകൾ ഇപ്പോൾ നിലവിലുള്ള ഡിജിറ്റൽ തെളിവുകളുടെയൊക്കെ തന്നെ ആധികാരികത ഉൾപ്പെടെ പരിശോധിക്കാനാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തയ്യാറെടുക്കുക. അതിനുശേഷമായിരിക്കും ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും മൊഴിയെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ ഏതായാലും മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഈ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ മെസ്സേജുകളുടെയും അതുപോലെ തന്നെ സന്ദേശങ്ങളുടെയും വോയിസ് റെക്കോർഡുകളുടെ ഉൾപ്പെടെ ആധികാരിക പരിശോധിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ തെളിവെടുപ്പിലേക്കൊക്കെ തന്നെ കടക്കുക. അതിനുശേഷം ഈ കൃത്യമായ രീതിയിലുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കടക്കാനുള്ളൊരു സാഹചര്യമൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക. നിലവിൽ ഈ യുവതി അതിജീവിത ഏതായാലും പരാതി നൽകിയതോടെ അത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തിരിച്ചടിയാകും. രാഹുൽ മാങ്കൂട്ടത്തിന് ഏതായാലും അത് കുരുക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്രയും നാൾ ഈ യുവതി പരാതി നൽകിയിരുന്നില്ല, അല്ലെങ്കിൽ പരാതിയുമായി ആരും രംഗത്തെത്തിയിരുന്നില്ല എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇതിനെ വലിയ രീതിയിൽ പ്രതിരോധിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഇതിന്റെ ആധികാരികത ഉൾപ്പെടെ പരിശോധിക്കണം എന്ന കാര്യമൊക്കെ തന്നെ രാഹുൽ പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് തന്നോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ഇത് താനാണോ ഈ വോയിസ് ഈ ശബ്ദ സന്ദേശത്തിന് പിന്നിലുള്ളത് താനാണോ എന്ന് പോലും മാധ്യമങ്ങൾ അന്വേഷിക്കാതെയാണ് ഇത്തരത്തിൽ ഇത് വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എന്നുൾപ്പെടെ മാധ്യമങ്ങളെ ഉൾപ്പെടെ വലിയ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു. യുവതി പരാതിയുമായി രംഗത്തെത്താത്തതിനെ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ തന്നെ രാഹുലിന് കുരുക്കായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രിയുമായി വിശദമായി കാര്യങ്ങൾ സംസാരിച്ച് ബോധിപ്പിച്ചിരുന്നു. ഏകദേശം സമയമെടുത്താണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് കൃത്യമായ രീതിയിൽ പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇത് കൃത്യമായ രീതിയിൽ കൈമാറണമെന്നുൾപ്പെടെ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ കുരുക്കായി മാറിയിരിക്കുകയാണെന്ന കാര്യം സംശയമില്ല. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. ലൈംഗിക പീഡന പരാതി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് യുവതി പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ വാട്സാപ്പ് ചാറ്റുകളും ഒപ്പം ഓഡിയോ സംഭാഷണങ്ങൾ ഉൾപ്പെടെയാണ് യുവതി മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഉച്ചയോടുകൂടിയാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഈ പരാതി കൈമാറിയതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു തിരിച്ചടിയാവുകയാണ് യുവതിയുടെ ഈ പരാതി. ആതിരയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.